നമസ്കാരം. യുദ്ധം നിർത്തുന്നു എന്ന് പറയുന്നു, എന്നാലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേറ്റവും പ്രതിസന്ധി ഗ്യാസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഗ്യാസ് പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുന്നു സിനിമാ ലൊക്കേഷൻ. കേരളത്തിൽ 11 സിനിമകൾ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കും. 11 സിനിമകൾ, ആവറേജ് ഒരു 2000 ആളുകളോളം ഈ ലൊക്കേഷനിലെല്ലാം ജോലി ചെയ്യുന്നവരുണ്ട്. ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. 2000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ ഫുഡിൻ്റെ വലിയ വിഷയം വരുന്നത്. ഗ്യാസ് കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ ലൊക്കേഷനിൽ മാക്സിമം ഒരു 3 ദിവസം വരെ പോകാനുള്ള ഗ്യാസ് ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇവരാണ് പറയുന്നത്, ഇപ്പോൾ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നിൽക്കുന്ന നിലയിലേക്ക്, ഷൂട്ടിംഗ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫുഡ് ഉണ്ടെങ്കിൽ ഷൂട്ടിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ ഫുഡ് ഇല്ലാത്ത നിലയിലേക്ക് പോയി, ഗ്യാസ് കിട്ടാനില്ലാത്ത പ്രതിസന്ധി വലുതാണ്. നമുക്കറിയാം, 11 സിനിമകൾ ഷൂട്ട് നടക്കുമ്പോൾ ഓരോ ലൊക്കേഷനും ഒരു 150ഓളം ആളുകൾ വരും. 150ഓളം ആളുകൾ വരും. ഇത് 3 നേരം ഭക്ഷണം. 3 നേരം വെച്ചാൽ രാവിലെ ഉണ്ടാകും, ഉച്ചയ്ക്കുണ്ടാകും, രാത്രി ഉണ്ടാകും. അതുകൂടാതെ ലൊക്കേഷനിൽ ഫുൾ ടൈം ചായ ആയിട്ടും കോഫി ആയിട്ടും സ്നാക്സ് ആയിട്ടും കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞാനും ലൊക്കേഷൻ പോയിട്ടുള്ളതാണ്, എനിക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ആവും. അങ്ങനെ വരുമ്പോൾ 2 ഗ്യാസ് കുറ്റി ഒരു ദിവസം വേണം, മിസ്സിൽ വേണം. എന്ന് വെച്ചാൽ 3 നേരം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് 2 സിലിണ്ടർ വേണമെന്നാണ് ഞാൻ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയത്. ഒരു സിലിണ്ടർ 5 ദിവസത്തേക്ക് ലൊക്കേഷനിൽ ചായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു സിലിണ്ടർ 5 ദിവസത്തേക്ക് മതി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. 150ഓളം ആളുകൾ ലൊക്കേഷനുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കണം, കൃത്യമായ സമയത്ത് ഫുഡുകൾ എത്തണം. ലൊക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫുഡും താമസവുമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫുഡിൻ്റെ കാര്യം നിൽക്കാൻ പോകുന്നു. അതുകൊണ്ട് സിനിമ ലൊക്കേഷൻ ഒന്ന് ബന്ധാകുമെന്നൊരു സംശയത്തിലേക്ക് പോവുകയാണ്. ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം മാക്സിമം ഒരു 3-4 ദിവസത്തേക്കുള്ള ഗ്യാസ് ഉള്ളൂ, സിലിണ്ടർ ഉള്ളൂ എല്ലാ ലൊക്കേഷനിലും എന്നാണ്. പല ലൊക്കേഷൻ അതിനു മുമ്പ് നിൽക്കും എന്നും പറയപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഫുഡിന് ഒരു വ്യത്യാസം വരുത്താനുള്ള ആലോചന. ഞാൻ ഫുഡിൻ്റെ ഇപ്പോൾ രാവിലെയൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഷൂട്ട് പോകാൻ ഉള്ളൊരു ആലോചന, പല ചർച്ചയും നടക്കുന്നുണ്ട്. അല്ലാതെ രക്ഷയില്ല. ഹോട്ടൽ അടയ്ക്കുന്ന പോലെ തന്നെ ഇവിടെയും സിലിണ്ടർ ഇല്ലെങ്കിൽ ലൊക്കേഷൻ നിന്നുപോകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിർമ്മാതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു. ഈ അസോസിയേഷനുള്ള ഈ ഫെപ്കയുടെ അസോസിയേഷനിലാണല്ലോ ഫുഡിൻ്റെ കാറ്ററിംഗ് ടീമൊക്കെ വരുന്നത്. ഇവരൊക്കെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ചു. പല മേഖലയിൽ സംസാരം നടന്നു. അപ്പം ഒരു ലൊക്കേഷനിൽ ഒരു അടുപ്പ്, വിറകടുപ്പ്, അതിന് റോക്കറ്റ് സ്റ്റൗ എന്നാണ് പറയുന്നത്. വിറക് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റ് സ്റ്റൗ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഇവിടെ കൊച്ചിയിലൊരു ഹോട്ടൽ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് തന്നെ തുടങ്ങി. അത് വലിയ വാർത്തയൊക്കെ വന്നു. അങ്ങനെ ഒരു സ്റ്റൗ 50,000 രൂപയാണ് അതിന് വില. 50,000 രൂപ. അത് ഈ ലൊക്കേഷനിലെ ആളുകൾ വാങ്ങിയാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമുകളല്ലാതെ ഈ കാറ്ററിംഗ് ടീമുകൾ വാങ്ങിയാൽ അവർക്ക് 50,000 രൂപ വേസ്റ്റാണ്. പിന്നെ ഗ്യാസ് വരുമ്പോൾ ഇതിൻ്റെ പ്രയോജനമില്ല. അത് നിർമ്മാതാക്കൾ വാങ്ങണം എന്നൊരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. നിർമ്മാതാക്കൾ വാങ്ങിയാലും പല സ്ഥലത്തും ലൊക്കേഷൻ, നമുക്ക് ചിലപ്പോൾ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മളൊരു വീടെടുത്തായിരിക്കും, അവിടെ ഒരു ഹോട്ടലിലായിരിക്കും, ഹോട്ടലിൽ ടൈൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഈ വിറകടുപ്പ് കത്തിക്കാൻ സമ്മതിക്കാത്തൊരു പ്രതിസന്ധിയുമുണ്ട്. അപ്പം അത്തരം രീതിയിലുള്ള ആലോചന നടക്കുന്നു. എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഈ പ്രതിസന്ധി മാറണമെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്ന ഒരു നിലയിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് വരെ നിന്ന് പോകും. നമ്മളറിയാം, കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും സിനിമാ ലൊക്കേഷനും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ ലിമിറ്റഡ് ആളുകൾ വെച്ചും സിനിമകൾ ഷൂട്ട് നടന്നൊരു കാലഘട്ടമാണ്. പ്രളയ സമയത്താണെങ്കിൽ അറിയാം, അതിൻ്റെ പ്രവർത്തനമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ട് സിനിമകളെടുത്ത് നമ്മൾ അതെല്ലാം അതിജീവിച്ചതാണ്. പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിൽ, നമുക്ക് ഫുഡില്ലെങ്കിൽ നമുക്കൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് നിന്ന് പോകുന്ന, പാചകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സിനിമാ ലൊക്കേഷൻ പോകുന്നു. ഞാൻ നേരത്തെ 11 സിനിമകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, അംഗങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ആ സിനിമയുടെ ലൊക്കേഷനിൽ 2-3 ദിവസത്തിനുള്ള പാചകത്തിനുള്ള സിലിണ്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നിൽക്കാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല.